നമസ്കാരം. ഇത് നമ്മൾ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കേരളം വരുമ്പോൾ മോർണിംഗിൽ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഒരു 8 തൊട്ട് 9 വരെയുള്ള സമയത്തിന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കും, നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ആകും. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ ദിവസം യൂലാർന്ന് യൂറോപ്യൻ ലീഗ് അഗെയിൻസ്റ്റ് റുമാറ്റിസം എന്ന യൂറോപ്പിലെ ലോകത്തിൽ തന്നെ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നത്, ജൂൺ മാസത്തിൽ. അപ്പോൾ അതിൽ പ്രസൻറ്റ് ചെയ്ത റിസർച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് തോന്നി എല്ലാവരുമായിട്ട് ഇത് പങ്കുവെക്കണം. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു റിസർച്ചാണ്, വളരെ ചിലവ് കുറഞ്ഞൊരു ചികിത്സാവിധിയാണ്. അപ്പം അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിരിക്കുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസുമായിട്ട് എന്തെങ്കിലും റിലേഷനുണ്ടോ, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർ ചിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവർ ആ പഠനത്തിൽ പഠിച്ചത്. അതുപോലെ 2-3 പഠനങ്ങൾ വേറെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ, ചിരിക്കുമ്പോൾ അവർ കണ്ടത് കൂടുതൽ ചിരിക്കുന്ന ആളുകൾ, അതായത് ആഴ്ചയിൽ ഒരു 15-20 മിനിറ്റ് ചിരിക്കുന്ന ആൾ, ഒരു ദിവസം 2-3 മിനിറ്റ് ചിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ 1-2 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ഹൃദയം തുറന്ന് ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ വേദന കുറയുന്നു, ദൈനംദിന ക്രിയകളെ കുറച്ചുകൂടി ബെറ്റർ ആകുന്നു, അവരുടെ ജീവിതത്തെ ഒരു ബെറ്ററായിട്ട് പെർസീവ് ചെയ്യുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആകുന്നു, ജീവിത നിലവാരം ബെറ്റർ ആകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ചിരിക്ക് എന്താണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലുള്ള പങ്ക്? അത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ് അല്ലേ? ചിരിക്കുക, ദിവസം 1-2 പ്രാവശ്യമെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അസുഖത്തെ കൺട്രോൾ ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? അപ്പോൾ ആൾക്കാർ ചോദിക്കും, എങ്ങനെ ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഡോക്ടറെ ഈ അസുഖം കൺട്രോൾ ആകുന്നത്? അതൊക്കെ ചുമ്മാതെ ഒരു ഫീലിംഗ് അല്ലേ? ഒരിക്കലും അല്ല. ഈ ചിരിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിരിച്ചു കഴിയുമ്പം നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്നൊരു സാധനം റിലീസാകും. ഈ എൻഡോർഫിൻസ് ബ്രെയിനിൽ നിന്ന് റിലീസാകുന്ന ചില സാധനങ്ങളാണ്, ചില തന്മാത്രകളാണ് നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. ഈ എൻഡോർഫിൻസിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പെയിൻ പെർസെപ്ഷനെ കുറയ്ക്കും, നമ്മുടെ വേദനയെ കുറയ്ക്കും. നമ്മൾ മോർഫിൻ പോലെ മരുന്നുകൾ കിട്ടില്ല, അതിൻ്റെ തന്നെ ഒരു വകഭേദമാണ് ഈ എൻഡോർഫിൻസ്. ഈ എൻഡോർഫിൻസ് പെയിൻ്റെ പെർസെപ്ഷനെ വളരെയധികം കുറയ്ക്കും, അതായത് ഉള്ള പെയിനിനെ കുറച്ചായിട്ട് നമ്മൾ അനുഭവിക്കത്തുള്ളൂ. 2, നമ്മുടെ ഈ ഒരു ഉള്ള പെയിൻ ഉണ്ടല്ലോ, നമുക്കൊരാൾക്ക് പെയിനുണ്ട്, ആ പെയിൻ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നിങ്ങൾ പെർസീവ് ചെയ്യുന്ന പെയിൻ സാധാരണ ഇപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഭയങ്കര വേദനയെന്ന് നമുക്ക് തോന്നും. അതേസമയം സന്തോഷിപ്പിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വേദന കുറവായിരിക്കും, നമ്മുടെ വെൽബീയിങ് നല്ലതായിരിക്കും, നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ജീവിതത്തെ കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻഡോർഫിൻസ് വേദനയെ കുറയ്ക്കാനും ജീവിതത്തെ ബെറ്റർ ആക്കാനും സഹായിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് കോർട്ടിസോളിൻ്റെ ലെവലിലെ ബോഡിയിൽ കുറയ്ക്കും. അപ്പം നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കുറയും. സ്ട്രെസ്സ് നമുക്കറിയാം, സ്ട്രെസ്സ് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തെ ഓവർ ആക്ടിവേറ്റ് ചെയ്യും. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്താണ്? ഫിയർ, നമുക്കൊരു പേടി വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ സിമ്പത്തറ്റിക് സിസ്റ്റം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നെഞ്ചിടിപ്പ് കൂടും, നമ്മൾ വേർക്കും. ഇതെല്ലാം സിമ്പത്തറ്റിക് സിസ്റ്റത്തിൻ്റെ. അതേസമയം നമ്മൾ കാമായിട്ടിരിക്കുന്നു, നമ്മുടെ കാമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ് കൂടുതൽ ആക്ടിവേറ്റഡ് ആകുന്നത്. ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കുറയുന്നു, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ നന്നായിട്ട് ആക്ടിവേറ്റഡ് ആകുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം കൂടുതലായിട്ട് ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൻ്റെ ഗുണം എന്താണ്? അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പതുക്കെ ഒന്ന് ഉറക്കിക്കെടുത്തും. ഓവർ ആക്റ്റീവായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ആണല്ലോ നമ്മുടെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും എല്ലാം കാരണമാകുന്നത്, ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. അപ്പം ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ചെറിയൊരു എഫക്റ്റ് ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പതുക്കെ കാം ഡൗൺ ചെയ്യാൻ ഒരു ചെറിയ എഫക്റ്റ് ഉണ്ട്. അപ്പം ഒരു സൈഡിൽ നമ്മുടെ അസുഖം കുറച്ച് കുറയും, അസുഖം ഭയങ്കരമായിട്ട് കുറയില്ല, അസുഖം കുറച്ച് കുറയും. പക്ഷേ അസുഖത്തിൻ്റെ കാരണമുണ്ടാകുന്ന വേദനയുടെ പെർസെപ്ഷൻ ഈ ചിരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പരിധി വരെ കുറയുന്നു. മൂന്നാമത്, ഇവർക്ക് ജീവിതത്തോടുള്ള ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ അവർക്ക് ജീവിതം കൂടുതൽ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പം ചിരി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വളരെ ലഘുവായിട്ടുള്ള പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും അത് മൂവി കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തമാശ വായിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ ഒരു ചിരിയിലേക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ അസുഖത്തെ ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആരെങ്കിലും, അല്ലെങ്കിൽ SLE ഉള്ള ഒരാൾ നിങ്ങളുടെ ഫാമിലിയിലുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ഒരാൾ നിങ്ങളുടെ ഫാമിലിയുണ്ട്, വേദനയുള്ള ഒരാൾ നിങ്ങളുടെ ഫാമിലിയിലുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ചിരിപ്പിക്കുക. അവർ മനസ്സ് തോന്നുന്നു ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ അസുഖം നല്ല രീതിയിൽ കുറഞ്ഞു വരും, അസുഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരും. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് പഠിക്കുക ഇനി ഭാവിയിൽ വരും നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം ഇതിനുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ എഫക്റ്റ് എന്താണ്. പക്ഷേ ചിരി ഒരിക്കലും നമ്മൾ എന്ത് ഇൻ്റർവെൻഷൻ ആണെങ്കിലും ഒരിക്കലും നഷ്ടമില്ലാത്തൊരു കാര്യമാണ്, സൈഡ് എഫക്റ്റ് ഒട്ടുമില്ലാത്ത കാര്യമാണ്. ഒരു ചെറിയ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ചിരിക്കുക, വേദന മറക്കുക, സന്തോഷമായി ജീവിക്കുക.